ഇന്ന് നമ്മൾ പറയുന്നത് ഒബ്സസീവ് കമ്പൽസറി ഡിസോർഡർ അഥവാ OCD. OCD എന്താണ്? OCD എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് ആവർത്തിച്ചുള്ള ചിന്തകളോ പെരുമാറ്റങ്ങളോ ആചാരപരമായ പ്രവർത്തനങ്ങളോ ഒക്കെ നിയന്ത്രണ വിധേയമല്ലാതെ ഉണ്ടാവുന്നതാണ് OCD. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പോയി വാതിലടച്ചിട്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ വീണ്ടും നമുക്ക് തോന്നാം, അയ്യോ ഞാൻ വാതിലടച്ചില്ലേ, അതെന്താ ഉണ്ടായേ, ഞാൻ അടച്ചില്ല എന്ന് വിചാരിച്ച് വീണ്ടും പോയി നോക്കുക. വാതിലടച്ചില്ല, ലോക്ക് പോയി നോക്കി, അടച്ചിട്ടുണ്ട്, ഓക്കെ, ഉറപ്പ് വരുത്തി. കുറച്ചുകൂടി ദൂരം നമ്മൾ നടന്നുപോയി. അപ്പോൾ നമുക്ക് വീണ്ടും തോന്നാം, അയ്യോ ഞാൻ വാതിൽ അടച്ചില്ലേ, വീണ്ടും വന്ന് നോക്കി, ഉറപ്പ് വരുത്തി, പോയി. ഇതാണ് OCD. ഓക്കെ. അപ്പോൾ അതുപോലെ ഷട്ടർ ഇട്ടു, കടയുടെ ഷട്ടർ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ കടയൊക്കെ പൂട്ടിക്കഴിഞ്ഞ് പോവുകയാണ്. പോയി കഴിഞ്ഞ് വീണ്ടും അയ്യോ ഞാൻ ഷട്ടർ ഇട്ടില്ലേ, അത് ലോക്കായില്ലേ, വീണ്ടും സംശയം. അപ്പോൾ വീണ്ടും നമ്മൾ വന്ന് നോക്കി, അത് നമ്മൾ ഉറപ്പ് വരുത്തുകയാണ്. അത് ഒന്ന് തൊട്ട് അത് ലോക്കാണ് അല്ലെങ്കിൽ ഷട്ടർ ഇട്ടിട്ടുണ്ട് എന്ന് വീണ്ടും വീണ്ടും ഉറപ്പ് വരുത്തുക. നമുക്ക് നമ്മുടെ മനസ്സിലറിയാം നമ്മളത് ചെയ്തിട്ടുണ്ട്, എന്നാലൊരു സംശയം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. അതാണ് ഈ OCD. ഒരു 14, 15 ഒക്കെ നൂറ്റാണ്ടുകളിൽ ആളുകൾ, നൂറ്റാണ്ടുകളിലുള്ള ആളുകൾ അത് പിശാചുബാധയാണ് അല്ലെങ്കിൽ ഭൂതോച്ചാടനത്തിന് ചികിത്സിക്കണം എന്നൊക്കെ രീതിയിലാണ് അത് കണ്ടിരുന്നത്. പിന്നെ ഒരു 17-ാം നൂറ്റാണ്ടിലെ ആളുകളായി കഴിഞ്ഞപ്പോൾ അത് അവർക്ക് ഒരു കുറ്റബോധം ശുദ്ധീകരിക്കപ്പെടുകയാണ് എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കാൻ വേണ്ടി തുടങ്ങി. പിന്നെ അതൊരു 18-ാം നൂറ്റാണ്ടിലെ ആളുകളായപ്പോൾ അതൊരു മെഡിക്കൽ പ്രശ്നമാണ്, ഇതിങ്ങനെ ചെയ്യുന്നത്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊരു മെഡിക്കലായിട്ടുള്ള പ്രശ്നമാണ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കി. പിന്നെ 20-ാം നൂറ്റാണ്ടിലെ ആളുകളായി കഴിഞ്ഞപ്പോൾ അവർ പെരുമാറ്റത്തിലെ വിദ്യകൾ ഉപയോഗിച്ച് ചികിത്സിക്കാൻ തുടങ്ങി. ഓക്കെ. അപ്പോൾ OCD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഉത്കണ്ഠാരോഗമാണ്. ഒരു വ്യക്തിക്ക് ആവർത്തിച്ചുള്ള ചിന്തകളോ പെരുമാറ്റങ്ങളോ ആചാരപരമായ പ്രവർത്തനങ്ങളോ സ്വയം നിയന്ത്രണ വിധേയമല്ലാതെ ചെയ്യുന്നതാണ് OCD. വ്യക്തിക്ക് സ്വയം ഈ ചിന്തകളും പെരുമാറ്റങ്ങളും അടിച്ചമർത്താൻ ശ്രമിച്ചാലും കഴിയില്ല. അവർക്കുണ്ടാവും ഞാൻ ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത് അവരുടെ മനസ്സിലുണ്ടാവും, എന്നാലും ഒന്നുകൂടെ പോയി നോക്കിയാലോ എന്നൊരെണ്ണം വരും. ചിന്തകളോ പ്രവർത്തനങ്ങളോ പെരുമാറ്റങ്ങളോ യുക്തിരഹിതമാണെന്ന് വ്യക്തിക്ക് അറിയാമെങ്കിലും നിർത്താൻ കഴിയില്ല, അതിനുള്ള ശക്തിയില്ല. അതാണ് OCD. OCD എന്ന് പറയുമ്പോൾ അതിൽ 2 ഘടകങ്ങളാണ് വരുന്നത്, ഒബ്സഷനും കമ്പൽഷനും. എന്താണ് ഒബ്സഷൻ? ഒബ്സഷൻ എന്ന് പറയുമ്പോൾ അനാവശ്യമായ സ്ഥിരമായ ആശയങ്ങൾ, ചിന്തകൾ, പ്രേരണകൾ, പ്രകടമായ ദുരന്തമുണ്ടാക്കുന്ന ചിത്രങ്ങൾ, ഇതൊക്കെയാണ് ഒബ്സഷൻ എന്നുള്ളതിൽ വരുന്നത്. കമ്പൽഷൻ എന്താണ്? കമ്പൽഷൻ എന്ന് പറയുമ്പോൾ ആവർത്തിച്ചുള്ള പെരുമാറ്റ രീതികൾ, ആവർത്തിച്ചുള്ള മാനസിക പ്രവർത്തനങ്ങൾ. ഇങ്ങനെ ചെയ്യുന്നത് ഉത്കണ്ഠ കുറയാനാണ് എന്നറിയാം, എന്നാലും അത് ഒരു സന്തോഷ സംതൃപ്തിയൊന്നും നൽകുന്നില്ല. ഇത് ചെയ്യുന്ന വ്യക്തിക്ക് ഒബ്സഷൻ ഉണ്ടായിട്ടാണ് കമ്പൽഷൻ ചെയ്യുന്നത്. എന്നിരുന്നാലും ഇങ്ങനെ ചെയ്യുന്നത് ഉത്കണ്ഠ കുറയാൻ വേണ്ടിയിട്ടാണ്. അതങ്ങനെ ഷട്ടർ ഇട്ടുണ്ടോ എന്ന് വീണ്ടും വീണ്ടും പോയി നോക്കുകയാണ്. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ഉത്കണ്ഠ കുറയാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ ഡോർ ലോക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുകയാണ്. അത് നമ്മുടെ മനസ്സിലുള്ള ഒബ്സഷൻ കുറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അതൊരു സന്തോഷമോ സംതൃപ്തിയോ നൽകുന്നില്ല. ഓക്കെ. അത് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ ഉള്ള വ്യക്തിയുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഒബ്സഷൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ഒബ്സഷൻ്റെ ലക്ഷണങ്ങൾ മലിനീകരണത്തെക്കുറിച്ചുള്ള ആവർത്തിച്ചുള്ള ചിന്തകൾ. എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് കൈ പോയി കഴുകുക, എൻ്റെ കൈ ശുദ്ധ അല്ല എന്ന് എനിക്ക് തോന്നുക. പിന്നെ ആവർത്തിച്ചുള്ള സംശയങ്ങൾ, വാതിൽ പൂട്ടിയിട്ടുണ്ടോ എന്നോ ഒരു ഉപകരണം ഓഫ് ചെയ്തോ എന്നോ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ച് പോയി നോക്കുക. ഒരു കാര്യം ഒരു നിശ്ചിത ക്രമത്തിലൂടെ അല്ലാതെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന അമിതമായ ഉത്കണ്ഠ,
എന്ന് വെച്ചാൽ പെൻസിലോ പേനയോ ഓർഡർ അല്ലാതെ ഇരിക്കുന്നത്, അതിലുണ്ടാവുന്ന ഉത്കണ്ഠ. പിന്നെ ആക്രമണത്തിനെ കുറിച്ചുള്ള ചിന്ത, നമ്മൾ പ്രിയപ്പെട്ടിട്ടുള്ള ഒരാളിനെ കയറി വേദനിപ്പിക്കാൻ തോന്നുക. പിന്നെ സെക്ഷൽ ഇമേജറി, ഇതൊക്കെ നമുക്ക് ഒബ്സഷൻ്റെ ലക്ഷണങ്ങളായിട്ട് പറയാം. അപ്പോൾ സിംറ്റംസ് ഓഫ് കമ്പൽഷൻ എന്താണ് കമ്പൽഷൻ ഉണ്ടാക്കുന്നത്? കൈ കഴുകലും വൃത്തിയാക്കലും, അത് നമുക്ക് ഒബ്സഷൻ്റെ ഭാഗമായിട്ട് വന്നത് ആവർത്തിച്ചുള്ള ചിന്തകളാണ് എങ്കിൽ കമ്പൽഷൻ്റെ ഭാഗമായിട്ട് ആവർത്തിച്ചുള്ള പ്രവൃത്തികളാണ്. കൈ കഴുകുക, വൃത്തിയാക്കുക, അമിതമായിട്ട് കൈ കഴുകുക, അമിതമായിട്ട് വീട് വൃത്തിയാക്കുക. പിന്നെ എണ്ണൽ, എന്തെങ്കിലും ഒരെണ്ണം എണ്ണിയതിൻ്റെ എണ്ണം കൃത്യമല്ലാന്ന് തോന്നിക്കഴിഞ്ഞ് വീണ്ടും വീണ്ടും എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കുക, കണക്കാക്കിക്കൊണ്ടിരിക്കുക, അതാണ് വീണ്ടും വീണ്ടും എണ്ണൽ. പിന്നെ നെക്സ്റ്റ് ഉള്ളത് പരിശോധിക്കൽ, ഒരാൾ ചെയ്ത കാര്യം വീണ്ടും വീണ്ടും പരിശോധിക്കാൻ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് ഉറപ്പ് ആവശ്യപ്പെടാൻ. അങ്ങനെയുള്ളതാണ് കമ്പൽഷൻ്റെ സിംറ്റംസ്. 1 കൈ കഴുകലും വൃത്തിയാക്കലും, 2 എണ്ണൽ, 3 പരിശോധിക്കൽ. ഒബ്സഷനും കമ്പൽഷനും മുഖത്ത് വൈകാരിക സമ്മർദ്ദത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നു. ഒബ്സഷനും കമ്പൽഷനും മുഖത്ത് വൈകാരിക സമ്മർദ്ദത്തിൻ്റെ മോശമായ ലക്ഷണങ്ങളാണ് കാണിക്കുന്നത്. അതിനുള്ള ചികിത്സ എന്താണ്? ഒബ്സസീവ് കമ്പൽസറി ഡിസോർഡറിന് എന്തെങ്കിലും ഒരു ചികിത്സ ഉണ്ടാവില്ലേ? അതിനുള്ള ചികിത്സ അപൂർവ സന്ദർഭങ്ങളിൽ മാത്രമേ പൂർണ്ണമായും സുഖപ്പെടുത്താൻ കഴിയുള്ളൂ. OCD അങ്ങനെയാണ്. മിക്ക ആളുകൾക്കും ചികിത്സ കൊണ്ട് ചില രോഗലക്ഷണങ്ങൾ ആശ്വാസം ലഭിക്കും. ചികിത്സയ്ക്ക് തിരഞ്ഞെടുക്കുന്ന പ്രശ്നത്തെയും രോഗിയുടെ മുൻഗണനകളെയും ആശ്രയിച്ചിരിക്കും അത്. ഏറ്റവും സാധാരണമായ ചികിത്സകൾ ബിഹേവിയർ തെറപ്പി, കോഗ്നിറ്റീവ് തെറപ്പി, പിന്നെ മെഡിസിനുമാണ്. ഇപ്പോൾ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ അഥവാ OCD എന്താണെന്ന് മനസ്സിലായില്ലേ?